ചീര മുതൽ ലീല വരെ 12 വർഷത്തിനിടയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് 19 ജീവനുകൾ. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ മാത്രം പൊലിഞ്ഞത് 17 ജീവനുകളാണ്. ആറളത്ത് നിന്ന് ഉത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മേഖലയിലെ ജനങ്ങൾ ഇപ്പോഴും കഴിയുന്നത് മരണഭയത്തിലാണ്. 45-ലധികം കാട്ടാനകൾ ആറളം കാർഷിക ഫാമിൽ പുനരധിവാസ മേഖലയിലും തമ്പടിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കാട്ടാനകളാണ് പ്രധാനമായും പുനരധിവാസ മേഖലയിലും പരിസര പ്രദേശങ്ങളിലും മനുഷ്യർക്ക് മരണഭയം ഉണ്ടാക്കുന്നത്. 2004-ൽ പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ചതോടെ വന്യമൃഗങ്ങളുടെ ശല്യവും ആരംഭിച്ചു. കാട്ടുപന്നിയും മാനും കടുവയും പുലിയും കാട്ടാനകളും മനുഷ്യരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവച്ഛവമായവരും ചികിത്സയിൽ കഴിയുന്നവരും നിരവധിയാണ്. പുനരധിവാസ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നട്ടെല്ല് തകർന്ന വൈഷ്ണവ് എന്ന 27-കാരനും ഇന്നും ചികിത്സയിലാണ്. 1 വർഷത്തിലധികമായി കിടന്ന കിടപ്പിലാണ് വൈഷ്ണവ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ആദ്യം ഉണ്ടാവുന്നത് 7-ാം ബ്ലോക്കിൽ ചീര എന്ന സ്ത്രീയുടെ നേരെയായിരുന്നു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ചീരയ്ക്ക് ജീവൻ വെടിയേണ്ടി വന്നു. പിന്നീട് ഇങ്ങോട്ട് ഓരോ വർഷവും കാട്ടാനയുടെ ആക്രമണത്തിൽ മരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 11-ാം ബ്ലോക്കിലെ മാധവിയും 7-ാം ബ്ലോക്കിലെ ബാലനും ബബീഷും ദാമുവും 9-ാം ബ്ലോക്കിലെ വാസുവും 10-ാം ബ്ലോക്കിലെ നാരായണി കൃഷ്ണൻ, 11-ാം ബ്ലോക്കിലെ മാധവി, 13-ാം ബ്ലോക്കിൽ ദേവു, ഒടുവിൽ 13-ാം ബ്ലോക്കിലെ വെള്ളിയും ലീലയും കാട്ടാന ആക്രമണത്തിൽ ജീവൻ ബലിയർപ്പിച്ച പുനരധിവാസ മേഖലയിലെ താമസക്കാരാണ്. തൊഴിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ വാഹനത്തിനു മുന്നിലേക്ക് മാൻ എടുത്തു ചാടി മാനിന്റെ ആക്രമണത്തിൽ മരണമടഞ്ഞ ജയരാജനും പുനരധിവാസ മേഖലയിലെ താമസക്കാരനാണ്. കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് സ്വദേശിയായ ബിജുവും മട്ടന്നൂർ സ്വദേശിയും ആറളം ഫാമിലെ ചെത്തുതൊഴിലാളിയുമായ രാജേഷും ആറളം പഞ്ചായത്തിലെ പന്നിമൂല സ്വദേശിയും ആറളം കാർഷിക ഫാമിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായ നാരായണനും ഫാമിലെ പൈനാപ്പിൾ കൃഷി സൂപ്പർവൈസറായിരുന്ന റെജിയുടെയും ജീവൻ കാട്ടാനയെടുത്തത് ആറളം ഫാമിൽ നിന്നായിരുന്നു. ഉളിക്കൽ പഞ്ചായത്തിലെ ഉളിക്കൽ ടൗണിൽ ഇറങ്ങിയ കാട്ടാന നെല്ലിക്കാമ്പൊയിൽ സ്വദേശി ആത്രശ്ശേരി ജോസ് എന്നയാളുടെ ജീവനെടുത്തതും പായം പഞ്ചായത്തിലെ പെരിങ്കിരി സ്വദേശി ജസ്റ്റിൻ എന്നയാളുടെ ജീവനെടുത്തതും കാട്ടാന തന്നെ. മലയോര മേഖലയിലെ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്ന് രാവും പകലും കഴിയേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലാണ് കൂടുതലായും വന്യമൃഗങ്ങൾ തമ്പടിച്ച് മരണഭയം ഉണ്ടാക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ ഭരണകൂടം തയ്യാറാകണമെന്നും മേഖലയിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 1972-ൽ രാജ്യത്ത് കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവുണ്ടാക്കാൻ സാധിക്കൂ എന്ന് അറിയാത്തവരല്ല ഭരണകൂടങ്ങൾ. എന്നാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ് പലപ്പോഴും ഇവർ ചെയ്യാറ്. മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും ഇല്ലാത്ത തരത്തിൽ വന്യമൃഗങ്ങൾ താണ്ഡവമാടുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ അവന്റെ എല്ലാ അധ്വാനവും സ്വന്തം ജീവനും വന്യമൃഗങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ട അവസ്ഥ കൈവന്നിരിക്കുകയാണ്. നിരായുധരായ മനുഷ്യർ വന്യമൃഗങ്ങളുടെ കാലടിയിൽ ഞെരിഞ്ഞമരുമ്പോൾ ഭരണകൂടങ്ങൾ കാഴ്ചക്കാരാവുന്നതും ശരിയല്ല. ഇവിടെ പരസ്പരം പഴിചാരുന്നതിനു പകരം ശാശ്വതമായ പരിഹാരം കാണാൻ നിയമ ഭേദഗതി ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യർ സ്വയം ആയുധമെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വന്യമൃഗങ്ങളുടെ വംശവർധന തടയുക തന്നെ വേണം. മലയോര ജനതയുടെ ശക്തമായ ആവശ്യമാണിത്. കേന്ദ്ര ഭരണകൂടം കേരള സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. വനം വന്യജീവി നിയമം ഭേദഗതിയിലൂടെ മനുഷ്യ സൗഹൃദമാക്കാൻ മുൻകൈയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലും മലയോര മേഖലയിലെ പല ഭാഗങ്ങളിലും കാട്ടുപന്നിയും കാട്ടാനയും കടുവയും പുലിയും ഉഗ്രവിഷമുള്ള രാജവെമ്പാലയുടെയും എല്ലാം അക്രമത്തിന് പാവപ്പെട്ട ജനങ്ങൾ ഇരയാകേണ്ടി വരും. ഇതുണ്ടാവാതിരിക്കാൻ ഭരണകൂടങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. ആറളം ഇന്നും വലിയ ഭീതിയിലാണ്. നിരവധി ആളുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവിടെ മരണപ്പെട്ടത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ചീര എന്ന സ്ത്രീയാണ് ആദ്യമായി ആറളം ഫാമിൽ നിന്നും മരണപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് ചീര മുതൽ ലീല വരെ 19 ആളുകൾ കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുകയുണ്ടായി. അതിൽ 17 പേരും ആറളം ഫാമിൽ നിന്നാണ് കൊല ചെയ്യപ്പെട്ടത്. മറ്റ് 3 പേർ പുറത്തു നിന്നും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലീലയും വെള്ളിയും 13-ാം ബ്ലോക്കിലെ കരിക്കൻമുക്കിൽ നിന്ന് കാട്ടാനയുടെ അക്രമത്തിന് ഇരയായി. അധികാരികൾ വന്ന് എന്തെല്ലാം ഉറപ്പു നൽകിയാലും എവിടെയെല്ലാം കാട്ടാനകളെ തുരത്തിയാലും ഇപ്പോഴും മരണഭയത്തിലാണ് ഇവിടുത്തുകാർ ജീവിക്കുന്നത്. ആദിവാസികളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഭരണകൂടത്തിന് ആവുന്നില്ല. എന്നാണ് ഈ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുക എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ് ആറളത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കർഷകരും മറ്റ്
പൊതുസമൂഹവും. അവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് എന്താണ് വഴി? അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ എന്ത് പരിപാടിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുകയാണിവിടെ. ആർളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ട്രെയിനിൽ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനാവ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. പിടിക്കടാ. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവൻ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.